പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ് എം വിട്ട് കോൺഗ്രസിൽ അംഗത്വം എടുത്ത കൂടുതൽ പ്രവർത്തകർ. നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന പി.കെ. ജേക്കബ് അടക്കം 100-ലധികം പേർ പാർട്ടി വിട്ടത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയെ തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിലുണ്ടായ ഭിന്നത പത്തനംതിട്ട ജില്ലയിൽ രൂക്ഷമായ അവസ്ഥയിലാണ്. കെ.എം. മാണിയോടുള്ള സ്നേഹമാണ് കേരള കോൺഗ്രസിൽ ചേരാൻ കാരണമായത്. എന്നാൽ പുതിയ നേതൃത്വം ജനാധിപത്യ മര്യാദകളെ പൂർണ്ണമായും തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും നേതൃത്വത്തിന്റെ ഈ നിലപാടിൽ മനംനൊന്താണ് കേരള കോൺഗ്രസ് എം വിട്ടതെന്നും പി.കെ. ജേക്കബ് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ ഒരു തീരുമാനം എടുത്തില്ല എന്നുള്ളതാണ്. ഈ പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ പ്രവർത്തകരെല്ലാം കൂടെ ഉചിതമായ സമയത്ത് ഉചിതമായ ഒരു തീരുമാനമെടുത്ത് ഇന്ന് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഈ കേരള കോൺഗ്രസ് പാർട്ടി 10 വർഷക്കാലം, പിന്നെ 5 വർഷക്കാലം ഇടതുപക്ഷത്തും 10 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷം ഭരിച്ചിട്ട് റബ്ബറിന്റെ ഒരു താങ്ങുവില എന്ന് പറയുന്നത് പിന്നെ അടിസ്ഥാനപരമായി താഴെപ്പോയി. ഇന്ന് UDF അധികാരത്തിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കിലോയ്ക്ക് 50 രൂപയുടെ പിന്നെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി അല്ല കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്നത്, കോൺഗ്രസ് പാർട്ടിയാണ് കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഭാഗം കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ അംഗത്വം എടുത്ത് കോൺഗ്രസിലേക്ക് പ്രവർത്തിക്കാൻ. പത്തനംതിട്ട മുനിസിപ്പൽ വൈസ് ചെയർമാനായും ആക്ടിംഗ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുള്ള പി.കെ. ജേക്കബ് 45 വർഷക്കാലത്തിലധികമായി കേരള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സാം ജോയ്ക്കുട്ടി, സംസ്ഥാന സമിതി അംഗം സുനിൽ വലംചുഴി എന്നിവരടക്കം 100ഓളം പ്രവർത്തകർ പത്തനംതിട്ട DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് സ്വീകരിച്ചു. DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം പ്രൊഫസർ P.J. കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പി.കെ. ജേക്കബിന്റെ ഇപ്പോൾ തോന്നിയ ബുദ്ധി ജോസ് കെ മാണിക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് തോന്നിയിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഇന്നത്തെ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ P.J. കുര്യൻ അഭിപ്രായപ്പെട്ടു. കെ.എം. മാണിയെ ഏറ്റവുമധികം ദ്രോഹിച്ച ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന നടപടി ആരൊക്കെ ക്ഷമിച്ചാലും കെ.എം. മാണി ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് നല്ല ബുദ്ധി യഥാസമയത്ത് തോന്നാത്തതെന്നും പ്രൊഫസർ P.J. കുര്യൻ പറഞ്ഞു. സംഘടനയുടെ ചുമതല വഹിക്കുന്ന നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.